നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ള എന്താണ് വെജിറ്റബിൾ ബർഗറായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചോറ് കൊണ്ടുള്ള ഒരു ബർഗറാണ്. പഴയ ചോറല്ല കേട്ടോ, ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോറാണ്. അപ്പോൾ ഈ ബർഗറിൻ്റെ റെസിപ്പീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 2007 ആണ് ആദ്യമായിട്ട് ഈ റെസിപ്പി ചെയ്ത് നോക്കുന്നത്. അതായത് നമ്മുടെ ലക്ഷ്മി നായരുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പണ്ട് കുക്കിങ്ങിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ബുക്കുകൾ നോക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കറിവേൾഡിൻ്റെ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ലക്ഷ്മി നായർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ അവസരത്തിൽ. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബർഗർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ബർഗർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 1 കപ്പ് ചോറാണ്. ഇപ്പോൾ ഞാൻ പച്ചരി വെച്ചിട്ടാണ് ചോറുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ പച്ചരി ഇല്ല എന്നുണ്ടെങ്കിൽ സോന മസൂരി റൈസ്, അതുപോലെ തന്നെ ബസ്മതി റൈസ്, പിന്നെ ജീരകശാല റൈസൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ബ്രൗൺ റൈസ് കുത്തരി ഉപയോഗിക്കാതിരിക്കണം ഏറ്റവും നല്ലത്. കുത്തരി എന്ന് പറയുമ്പോൾ ആകെ കുഴഞ്ഞു പോകുന്നൊരു അരിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വേറിട്ട് കിടക്കുന്ന ഒരു അരി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞ അരികളാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസിൻ്റെ അളവാണ് കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് അധികം വെള്ളത്തിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റാർച്ച് ഇതിലുണ്ടാവില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു മീഡിയം സവാളയുടെ അരഭാഗം എടുക്കുക, എന്നിട്ട് വളരെ നൈസാക്കി അരിയുക, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൊസറല്ല ചീസാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. ചീസ് ഉള്ള കാരണം ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വെർഷൻ ആണെങ്കിലും മുറിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ ഏത് ചീസാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. കുട്ടികൾക്ക് ചീസ് ഉള്ളപ്പോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെടും എന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചീസ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ഗ്ലാസ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ്. ഇപ്പോൾ ക്യാരറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ വെജിറ്റബിൾസ് ചേർക്കണോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. പെപ്പർ പൗഡർ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ റെസിപ്പി ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി നായരുടെ റെസിപ്പിയാണ്. അപ്പം ഈ സംഭവം ആദ്യമായിട്ട് ഇങ്ങനെ റെസിപ്പി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇത് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ചോറ് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിചാരിച്ചത് പോലെ അല്ല കേട്ടോ, സംഭവം ഗംഭീരമായി. അപ്പോൾ നിങ്ങൾ എൻ്റെ മോൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. അവന് ബർഗർ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ആദ്യം തന്നെ എൻ്റെ ബ്ലോഗ് എടുക്കും, ബ്ലോഗ് ഓപ്പൺ ചെയ്തിട്ട് റെസിപ്പി എടുത്തിട്ട് ഉണ്ടാക്കി എനിക്കും തരും. ഞാൻ ഒരിക്കലും ബിഹൈൻഡ് ദ സീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട അടിച്ചത് ചേർത്ത് കൊടുക്കും. മുട്ട കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൽ കുറച്ച് ഒരു മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഒന്ന് ബൈൻഡിങ് ഏജൻ്റ് ആയിട്ടാണ് നമുക്ക് മുട്ട ചേർക്കുന്നത്. അപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും ചേർത്ത് കൊടുക്കണം, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ക്രംസ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ്. നിങ്ങളുടെ അടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കുക. ഒരു 4-5 ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ, ഒട്ടും വെള്ളമില്ലാത്ത മിക്സിയിൽ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അങ്ങ് വറുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂരപ്പൊടി പോലെ, നമ്മുടെ അവലോസ് പൊടി പോലെ ഇങ്ങനെ വറുത്ത് കിട്ടും. ആ സംഭവം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല, ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞാനിതിലേക്കിപ്പോൾ ഡയറക്റ്റായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ബ്രെഡ് ക്രംസാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് ബ്രെഡ് ക്രംസ് ഇടുന്നേക്കാളും മുമ്പ് നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം, നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഗാർലിക് ഇട്ടിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക്ക് നിങ്ങൾക്ക് ഇടാം. ഇഞ്ചിയൊക്കെ എപ്പോഴും വളരെ നൈസാക്കി അരിഞ്ഞിടണം. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ബ്രെഡ് ക്രംസ് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് നോക്കാം. എത്ര വേണമെന്ന് നമുക്ക് മിക്സ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ കയ്യിലുള്ള ചോറിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ചേർക്കുന്ന ബ്രെഡ് ക്രംസിൻ്റെ അളവ് തീരുമാനിക്കാൻ. അപ്പോൾ ശരിക്കും നമുക്ക് കയ്യിൽ ഒരു കട്ട്ലേറ്റ് പോലെ ആക്കാൻ പറ്റണം. അത്രയും ആവുന്ന സമയം വരെ ബ്രെഡ് ക്രംസ് ചേർക്കണം കേട്ടോ. ഞാനിവിടെ ചോറ് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള പശിമയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് കട്ട്ലേറ്റ് പോലെ ആക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് മതിയെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഇടേണ്ട ആവശ്യമില്ല. മതിയെന്നാണ് തോന്നുന്നത്. ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് നമുക്ക്
ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതുപോലെ പാറ്റീസ് ആക്കാൻ പറ്റുന്ന വരെ നമ്മൾ കിട്ടണം. അപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ ഇട്ടെന്ന് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 5 ടേബിൾ സ്പൂൺ മതിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ 4 ടേബിൾ സ്പൂണും കൊണ്ടും ചിലപ്പോൾ ശരിയായിന്ന് വരും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കൂട്ടനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി നായരിന് താങ്ക്സ് പറയാണ്. നമ്മുടെ ബ്ലോഗിൽ ഹിറ്റായിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ പക്ഷേ കുറേ കാലമായി വിചാരിക്കുന്നു കിട്ടണമെന്ന്, പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ പോലെ. ഇതിപ്പോൾ ഒരു ചെറിയ അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് വറുത്ത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാവുന്നതേ ഉള്ളൂ. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാതെ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ചിക്കൻ നഗറ്റ്സ് ആണെങ്കിലൊക്കെ നമ്മളപ്പം തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്, അല്ലാണ്ട് പുറത്ത് റൂം ടെമ്പറേച്ചർ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് പേര് സംശയമാണത്. കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അതിൽ കൈ ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഓരോ പാറ്റീസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പാറ്റീസ് ആക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ബർഗർ ബൺ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബർഗർ ബണ്ണിൻ്റെ അളവ് ഇത്രയാണ്. അപ്പോൾ ഈ ഒരു അളവിൽ വരുന്ന രീതിയിലാണ് പാറ്റീസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. തീരെ ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കഴിക്കുന്ന ബണ്ണ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അളവിൽ ഏകദേശം വരുന്ന രീതിയിൽ ഉള്ളിൽ കൊള്ളുന്ന പോലെയാണ് നമ്മൾ പാറ്റീസിൻ്റെ അളവ് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ബർഗർ ബണ്ണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചു തരാം ഞാൻ വാങ്ങിച്ചത് ഏതാണെന്നുള്ള കാര്യം. അന്ന് നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കിയ സെയിം കമ്പനി തന്നെ ലുസീൻ്റെ ആണ് ബർഗർ ബണ്ണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ബണ്ണായാലും കുഴപ്പമൊന്നുമില്ല, ഈ കമ്പനി തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ബർഗർ ബണ്ണ് എന്ന് പറയുമ്പോൾ ഓൾറെഡി തന്നെ ഒരു ഇതേപോലെ പാറ്റീസ് ആക്കാം. അപ്പോൾ കൈയൊന്ന് നനയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏത് പാത്രത്തിലാണ് വെക്കാൻ പോകുന്നത് ആ പാത്രത്തിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് പാത്രത്തിലോട്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എത്ര ബണ്ണിന് പറ്റുന്നുള്ള കാര്യം ചെയ്ത് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ട് വലുതായിട്ട് അങ്ങ് പരത്തി കൊടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം വലിയ പാറ്റീസ് ആക്കിക്കുന്നതാണ്. തിക്നെസ് ഒരുപാട് വരാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കണ്ട ഈ ഒരു തിക്നെസ്സോട് കൂടി നമ്മൾ ആദ്യത്തെ പാറ്റീസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വെച്ച് നോക്കൂ, കറക്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ സൈസ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വലിയ ഉരുളകൾ എടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈ വെറ്റാക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് രണ്ടാമത്തും റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പേടി തോന്നുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറുതാക്കി ഉണ്ടാക്കിയാൽ മതി. ചെറിയ വട്ടത്തിൽ അങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിനുള്ളിൽ വെച്ചോളൂ. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വലുതാക്കി ഉണ്ടാക്കാം. വലുതാക്കി ഉണ്ടാക്കുമ്പോൾ ഈ സൈഡൊക്കെ ഇച്ചിരി ഒന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള അളവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒന്ന് പൊട്ടിപ്പോകില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഒന്നും ചേർക്കാത്ത കാരണം ഇരിക്കുമ്പോഴും വെള്ളമൊന്നും ഇറങ്ങില്ല. കാരണം ചോറ് മാത്രമാണ്, ചോറിൽ വെള്ളമൊന്നും ഇല്ലാത്തൊരു ചോറായിരുന്നു, ഡ്രൈ ആയിട്ടുള്ള ചോറായിരുന്നു കേട്ടോ. അപ്പോൾ അഥവാ വെള്ളം കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. അത് ബ്രെഡ് ക്രംസ് കൂടുതൽ തോന്നുകയാണെങ്കിൽ ഒരു ചിരിയും കൂടെ ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഞാനത് പരത്തിയതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ നോക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഉള്ളതെല്ലാം പരത്തിയിട്ടുണ്ട്. 4 വലുതും ഒരു മീഡിയം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കാൻ പോകണം. അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നുള്ളൂ. അതേസമയം നിങ്ങൾക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് നിങ്ങൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മേലേക്ക് വെക്കാം. എന്നിട്ട് അങ്ങ് മൂടി വെക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അരമണിക്കൂർ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഷാലോ ഫ്രൈ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങ് ഡീപ് ഫ്രൈ ചെയ്യേണ്ട സംഭവമല്ല. അപ്പോൾ ഞാനിപ്പോൾ അറ്റ് എ ടൈം ഒരെണ്ണം വീതമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതേസമയം നിങ്ങളിൽ വലിയ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മീഡിയം ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഈ പാറ്റീസ് വെച്ച് കൊടുക്കാം. എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു പാറ്റീസ് വെച്ച് കൊടുക്കുക. ഒരുപാട് ചൂടായിരിക്കുന്ന സമയത്ത് ഇത് ഇടാൻ പാടില്ല. അപ്പോൾ 8 വശം തന്നെ അങ്ങ് സൈഡ് അങ്ങ് ബ്രൗൺ കളറായിട്ട് മാറും. ലോ ടു മീഡിയം ചൂടിൽ വേണം ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ ഈവനായിട്ട് ഫ്രൈ ആവില്ല. ചോറ് ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്, ബാക്കിയൊന്നും നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സമയം എടുത്തിട്ട് ഓരോ സൈഡും കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എണ്ണയുടെ അളവെന്ന് പറയുമ്പോൾ ഈ പാറ്റീസിൻ്റെ ഒരു മിഡിൽ പോർഷൻ വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള എണ്ണയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓവറായിട്ട് വേണ്ട. അതേസമയം തീരെ കുറഞ്ഞാലും ശരിയാവില്ല കേട്ടോ. നമുക്ക് തിരിച്ചിട്ട് നോക്കാം. അപ്പുറത്തെ സൈഡ് തിരിച്ചിടുമ്പോൾ 2 സ്പാറ്റുലയുടെ ഹെൽപ്പ് തേടിക്കോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കിടത്തിയിട്ട് അങ്ങനെ ഇടുക. എന്നിട്ട് ഇനി വീണ്ടും നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഗോൾഡൻ കളർ ആക്കണം കേട്ടോ. എന്നാലും ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചിട്ടേക്കുന്നത്. നമുക്കിനി ആ സൈഡ് ഒന്നും കൂടെ ആയിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഇനി തിരിച്ചിടുക.
അപ്പോൾ ഇത് മതി, റെഡി ആയിട്ടുണ്ട്. തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലെ അങ്ങ് ഗോൾഡൻ കളർ ആവുന്ന വരെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്യുന്നില്ല, ഒരെണ്ണം കൂടെ ഫ്രൈ ചെയ്യുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ പിള്ളേർ വന്നതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യുന്നുള്ളൂ. ചൂടോടുകൂടി കൊടുക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഒരെണ്ണം കൂടെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അത് വെന്തിട്ടില്ലെങ്കിൽ ഉള്ളിലത്തെ ആ സവാളയുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് മുന്നോട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, രണ്ട് സൈഡും നല്ല മുരിഞ്ഞിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. എടുക്കാം. ഇനി നമുക്ക് ബർഗർ അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ഇത് കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അതിലോട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മയോണൈസ് വെച്ച് കൊടുക്കാം. എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്യാം. ചിലർ ബട്ടർ പുരട്ടാറുണ്ട്, ഞാനിപ്പോൾ ബട്ടറൊന്നും ഇതിൽ പുരട്ടുന്നില്ല. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഇഷ്ടങ്ങളനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഇതിൽ ചേർക്കേണ്ട ഐറ്റംസ് എല്ലാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇതിലേക്ക് കുറച്ച് മയോണൈസ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചില്ലി മയോണൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മയോണൈസ് തന്നെ, പക്ഷേ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തൊന്ന് മാത്രം, ഒരു കളർഫുൾ ആവാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എഗ്ഗും ഉണ്ട്, വിത്തൗട്ട് എഗ്ഗും ഉണ്ട് കേട്ടോ. 2 മയോണൈസ് ഉണ്ട്. ഇതിപ്പോൾ വിത്തൗട്ട് എഗ്ഗാണ്. അപ്പോൾ മയോണൈസ് ഞാൻ താഴത്തെ ഭാഗത്ത് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ലെറ്റ്യൂസ് വെക്കുകയാണ്. ലെറ്റ്യൂസ് നിർബന്ധമൊന്നുമില്ല, ലെറ്റ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പിള്ളേർ ഇതൊന്നും കഴിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ പിള്ളേർ ലെറ്റ്യൂസ് കഴിക്കും, വേറെ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇനി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഒരു ചീസിൻ്റെ സ്ലൈസാണ്. ഇതും ഞാൻ തന്നെ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത് ചീസിൻ്റെ സ്ലൈസ് വെക്കാറില്ല കേട്ടോ. അതേസമയം പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടമായതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു പീസ് വെക്കാം. ബർഗർ ചീസ് സ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഒരു സ്ലൈസ് വെക്കാം. ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഇത് ഓപ്ഷനിലാണ്, നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ തക്കാളി ആണെങ്കിൽ തക്കാളി വെച്ച് കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് ആയതുകൊണ്ട് ഞാനിതിൽ സവാള വെക്കുന്നില്ല, അവർ സവാള കഴിക്കില്ല. ഞാൻ 2 സ്ലൈസ് തക്കാളി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധങ്ങളില്ല, നിങ്ങളുടെ പിള്ളേർ എന്തൊക്കെ കഴിക്കാനനുസരിച്ച് വേണം അമ്മമാർ തീരുമാനിക്കാൻ. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഇതിലിപ്പോൾ ഒരു പാറ്റി മാത്രം വെക്കുന്നുള്ളൂ, ഒരു 2 എണ്ണം വെക്കുന്നില്ല. 1 ലെയർ ആയിട്ടുള്ള ബർഗറാണിത് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബർഗർ പാറ്റി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വീണ്ടും ഈ സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് തക്കാളി, കുക്കുംബർ, ഈ ബണ്ണിൽ മയോണൈസ് തേക്കുക. മയോണൈസ് അല്ലെങ്കിൽ നിങ്ങളെടുത്ത് മയോണൈസ് ഇല്ലെങ്കിൽ, ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒട്ടി നിൽക്കുന്ന രീതിയിൽ ലെറ്റ്യൂസ് വെക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കിതങ്ങ് വെക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ബർഗറും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള സംഭവങ്ങളനുസരിച്ച് മാറ്റം വരുത്തണം. ഇതിൽ ഞാൻ ഇത് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. എൻ്റെ ചെറിയ മോനാണെങ്കിൽ തക്കാളി കഴിക്കില്ല, കുക്കുംബർ കഴിക്കില്ല. അപ്പോൾ ഇത് വെറുതെ പാറ്റീസും ഇതിൻ്റെ ഉള്ളിൽ മയോണൈസ് തേച്ചിട്ട് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ചേർത്ത് വെച്ചിട്ട് ഈ പാറ്റീസും ചീസിൻ്റെ സ്ലൈസും വെച്ചിട്ടാണ് അവന് ഞാൻ കൊടുക്കാറുള്ളത്. പക്ഷേ അതേസമയം എൻ്റെ മൂത്ത മോനാണെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കും. അപ്പോൾ നിങ്ങൾ അമ്മമാരാണ് തീരുമാനിക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങളെ കുട്ടികൾ കഴിക്കാനുള്ളത്, അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ എന്തായാലും വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വെജ് ബർഗർ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇപ്പം ഇത് ടേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം എനിക്കിപ്പോൾ ഫ്രൈ ചെയ്തുള്ള ഐറ്റംസ് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ ചുമ വരും. അതുകൊണ്ട് ക്ഷമിക്കുക. അടിപൊളിയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, കാരണം ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ലക്ഷ്മി നായർ വൺസ് അഗെയിൻ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ട് വീട്ടിൽ പോവാണോ? വീട്ടിൽ പോവാ ചോദിച്ചതാ. കാറ്റൂട്ടി ഉണ്ട് അവിടെ, ചവിട്ടേർന്ന് ഇപ്പൊ തന്നെ ആവശ്യം. That's why I said, oh, cat. ഓ ആ, എൻ്റെ പ്രിയപ്പെട്ട പൂവാണത്, ചക്കരപ്പൂവ്. വല്ലാത്തൊരു ഫീലിംഗ് ആണ് എനിക്ക് ആ പൂ കാണുമ്പോൾ. Wow. There's the lights on the screen. It's so that one fell down. പകലെടുത്ത ഈ ഭംഗി ഉണ്ടാവില്ല. So nice. How did രാത്രി it അതിന്റെ fall? ഭംഗി. Did it fall? Well, when was this? Oh! Thank you. So many on the floor. You can take one from here. That's from the floor, Amma. Yeah, it's okay. It's okay, nice.